അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബ്ലാക്ക് ഗോസ് നൈഫ് ഫിഷിൻ്റെ ഫീഡിംഗ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ കാണിക്കുക എന്നുള്ള കാര്യം. നമ്മുടെ കയ്യിൽ 2 ബ്ലാക്ക് ഗോസ് നൈഫ് ഫിഷുകളാണ് ഉള്ളത്. കുറേ നാളായിട്ട് നമ്മൾ വളർത്തുന്നതാണ്. ഇങ്ങനെ 2 ബ്ലൂ ക്രേറ്റുകളിലായിട്ടാണ് നമ്മൾ വളർത്തുന്നത്. അതിനകത്ത് നമ്മൾ ഹൈഡിങ് സ്പോട്ടുകൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവർക്ക് ഫീഡ് ചെയ്യുന്നത് ചിക്കനാണ്. ചിക്കൻ നമ്മൾ സ്ട്രിപ്പുകളായിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. എന്നാണ് നമുക്ക് ഫീഡ് ചെയ്യേണ്ടത് അന്ന് നമ്മൾ പുറത്തേക്ക് എടുത്ത് ചെറിയ പീസുകൾ ഈ ചെറിയ സൈസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അത് നമ്മൾ സിസർ ഉപയോഗിച്ചാണ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് അവരുടെ ആ ഒരു മൗത്ത് സൈസിനുള്ള സൈസായിട്ട് കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. വലിയ പീസായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റില്ല. കാരണം ഇവരുടെ വായ ചെറുതാണ്. നല്ല രീതിയിൽ നോൺ വെജ് കഴിക്കുന്ന ഒരു ഫിഷാണ്. നമ്മൾ ഇവരെ വാങ്ങിയത് തീരെ ചെറിയ സൈസിലാണ്. എനിക്ക് തോന്നുന്നു ഒരു 2.5-3 ഇഞ്ച് ഉള്ളപ്പോഴാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ നമ്മൾ ചെറിയ കണ്ടെയ്നറിലിട്ടാണ് വളർത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫീഡ് ചെയ്തിരുന്നത് നമ്മുടെ ബീറ്റ ഫിഷിന് കൊടുക്കുന്ന ഏറ്റവും ചെറിയ പെല്ലറ്റാണ്. നല്ല രീതിയിൽ അവർ കഴിക്കും. അങ്ങനെ അത്യാവശ്യം നല്ല സൈസിലേക്ക് എത്തിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ നോൺ വെജ് ഫീഡ് ചെയ്യാൻ തുടങ്ങിയത്. നമ്മൾ നോൺ വെജ് ഫീഡ് ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവർ വലുതായതിന് ശേഷം പെല്ലറ്റിൻ്റെ സൈസ് കുറച്ച് വലുതാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വലിയ സൈസ് പെല്ലറ്റ് ഇവർ കഴിക്കുന്ന സമയത്ത് കുറേയൊക്കെ വെള്ളത്തിൽ ഡിസോൾവ് ആവുന്നുണ്ട്. വെള്ളം ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ്. പെല്ലറ്റാണ് ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ ക്ലൗഡി ആയിരിക്കും. അങ്ങനെ ക്ലൗഡി ആയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക പെട്ടെന്ന് തന്നെ വെള്ളം ചേഞ്ച് ചെയ്യേണ്ടി വരാറുണ്ട്. ഇപ്പോൾ വെള്ളം നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഈ ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളം അത്ര മോശമാക്കില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ചെമ്മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളം അത്ര മോശമാവില്ല. അപ്പോൾ നമുക്ക് വെള്ളം നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നത് ഇവർക്ക് കുറവാണ്. നമ്മളൊരു പ്രിക്കോഷന് വേണ്ടിയിട്ട് എല്ലാ പ്രാവശ്യവും വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കൂടുതലും ഫംഗസ് കാര്യങ്ങളൊക്കെ വരുന്നത് മഴക്കാലത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. വേനൽക്കാലത്ത് സോൾട്ട് ആഡ് ചെയ്യുന്നതിനും കുഴപ്പമില്ല. എങ്കിലും നമ്മൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വേനൽക്കാലത്ത് ഇപ്പോഴും നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് അസുഖത്തിൻ്റെ കാര്യമൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിനകത്ത് നമ്മൾ എയറേഷൻ ഫിൽട്രേഷൻ ഒന്നും കൊടുക്കുന്നില്ല. വാട്ടർ ചേഞ്ച് മാത്രമാണ് കൊടുക്കുന്നത്. വാട്ടർ ചേഞ്ച് നമ്മൾ 2 ആഴ്ച കൂടുമ്പോഴാണ് ചെയ്യുന്നത്. ഇത് നല്ല പ്രിഡേറ്ററി സ്വഭാവമുള്ള ഒരു മത്സ്യമാണ്. നോൺ വെജ് നല്ല രീതിയിൽ കഴിക്കും. അതുപോലെ തന്നെ ചെറിയ മീനുകളുടെ കൂടെയൊന്നും ഇവരെ ഇടാനായിട്ട് പറ്റില്ല. ഗപ്പി പോലുള്ള മീനുകളുടെ കൂടെയൊന്നും ഇവർ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് കഴിക്കും. രാത്രിയാണ് കൂടുതൽ അറ്റാക്കിങ് നടക്കുന്നത്. നമുക്ക് കൈ കൊണ്ടൊക്കെ ഫീഡ് ചെയ്യാം. കയ്യിലൊക്കെ വന്ന് കടിക്കും. കയ്യിലൊക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വന്ന് കഴിക്കും. നല്ല രീതിയിൽ എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു മീനാണ്. ഇതിനെ മാത്രമായിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് എക്സ്ട്രാ വർക്കാണ്. കാരണം വേറെ മീനുകളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ കൂടെ ഇതിനെ കെയർ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം മറ്റ് മീനുകൾക്കൊക്കെ അത്ര കെയർ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് കുറച്ച് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. പക്ഷേ ഇതിന് ഇതുപോലെ നമ്മൾ ക്രേറ്റൊക്കെ ഇൻഡോർ വെച്ച് വേണം ഇതേപോലെ വാട്ടർ ചേഞ്ച് കാര്യങ്ങൾ സോൾട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ കെയർ കൊടുക്കണം. വാട്ടർ ചേഞ്ചിൻ്റെ കാര്യത്തിലൊന്നും ഡിലേ ആവാനായിട്ട് പാടില്ല. പിന്നെ ഇത് ഇൻഡോറാണ്. ഇത് ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു മീനാണ്. അതുകൊണ്ട് തന്നെ ഇൻഡോറാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ജനാലയുടെ നിഴലിൽ നിങ്ങൾക്ക് കാണാം. മുകളിൽ ജനാലയ്ക്ക് കീഴിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ നമ്മൾ നെറ്റിട്ട് കവർ ചെയ്തതിന് ശേഷം ഒരു തെർമോക്കോളിൻ്റെ പീസ് വെക്കാറുണ്ട്. കാരണം വല്ലാതെ ലൈറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയുള്ള ചെറിയ എക്സ്ട്രാ കെയറുകൾ ഈ മീനിന് കൊടുക്കണം. അപ്പോൾ മറ്റ് മീനുകളുടെ കൂടെ ഇതിനെ കെയർ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് അഡീഷണൽ വർക്ക് തന്നെയാണ്. പക്ഷേ ഇതിനെ ഒറ്റയ്ക്ക് ഒരു ഹോബി ആയിട്ട് നിങ്ങൾ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി മീനാണ്. ഈ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ സൂപ്പറാണ്, എൻ്റർടൈനിങ് ആണ്. ഇതുപോലെ ഒരു ക്രേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പീസിനെ വാങ്ങിയിട്ടിട്ട് അടിപൊളിയായിട്ട് വളർത്താം. 3 PVC പൈപ്പ് അതിനകത്ത് വെച്ച് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ 4 ഇഞ്ച് വിഡ്ത്ത് വരുന്ന PVC പൈപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ നീളം ഏകദേശം 1 feet ആണ്. അങ്ങനെ 3 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്താണ് ഇത് പോയിട്ട് ഹൈഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഒരു തെർമോക്കോളിൻ്റെ പീസ് വെച്ച് ജസ്റ്റ് മുകൾ ഭാഗം ഒരു പകുതി ഭാഗം കവർ ചെയ്ത് കൊടുത്താൽ മതി ഷെയ്ഡിന് വേണ്ടിയിട്ട്. അങ്ങനെ ഈസി ആയിട്ട് ഈ ഒരു ബ്ലാക്ക് ഗോസ് നൈഫ് ഫിഷിനെ നിങ്ങൾക്ക് ഒരു ഹോബി ആയിട്ടൊക്കെ വളർത്താവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളിപ്പോൾ കൊടുക്കുന്നത് ചിക്കനാണ്. ചിക്കനും പ്രോൺസും ആണ് നമ്മൾ കൊടുക്കുന്നത്. പ്രോൺസ് അല്ലെങ്കിൽ ഷ്രിംസ്, ചെമ്മീൻ. അപ്പോൾ ചെമ്മീൻ കിട്ടുന്ന സമയത്ത് ചെമ്മീൻ കൊടുക്കും. അല്ലാത്ത സമയത്ത് നമ്മൾ ചിക്കനാണ് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതെങ്കിൽ നമ്മൾ അത് കൊടുക്കും. അത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ചെറിയൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്നാണോ നമ്മൾ ഫീഡ് ചെയ്യുന്നത് അന്ന് നമ്മൾ അത് പുറത്തേക്ക് എടുത്തിട്ട് ആവശ്യത്തിന് മാത്രം സിസർ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കുക, കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് ഫീഡ് ചെയ്യുന്നത്. ആവശ്യത്തിനുള്ളത് നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് കട്ട് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ തിരിച്ച് ഫ്രീസറിലേക്ക് വെക്കേണ്ടതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മീറ്റ് ഇൻഫെക്റ്റഡ് ആവാനൊക്കെ കണ്ടാമിനേറ്റ് ആവാനൊക്കെ സാധ്യതയുണ്ട്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ഫ്രീസറിൽ വയ്ക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതെന്നുള്ളത്. പിന്നെ ഈ ഒരു ചിക്കനും പ്രോൺസൊക്കെ നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് മഴക്കാലത്ത് നമ്മൾ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് മണ്ണിരകളായിരുന്നു. ആ സമയത്ത് വേറെ ചിലവുകളൊന്നും ഇല്ലായിരുന്നു. മണ്ണിരകൾ മഴക്കാലത്ത് നമുക്ക് ആവശ്യം പോലെ കിട്ടും നമ്മുടെ പറമ്പിൽ നിന്ന്. അതിനെ പിടിച്ച് കൊടുക്കുകയായിരുന്നു. ഇവർ നല്ല രീതിയിൽ കഴിക്കും. മാത്രം അത് ലൈവ് ആയതുകൊണ്ട് ജീവനോടെയാണല്ലോ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്തരത്തിൽ ലൈവായിട്ടുള്ള ഫുഡ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് മണ്ണിരകളെ ഫീഡ് ചെയ്യുമായിരുന്നു. അത് ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മണ്ണിരകളെയാണ്. അത് ഡൈജസ്റ്റ് ആവാനും എളുപ്പമാണ്. പിന്നെ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് മണ്ണിരകളൊന്നും കിട്ടാനില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെമ്മീൻ അല്ലെങ്കിൽ ചിക്കൻ കൊടുക്കുന്നത്. അതിൽ ചെമ്മീനാണ് കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം ചിക്കൻ കുറച്ചും കൂടിയും ഡൈജസ്റ്റ് ആവാനായിട്ട് ബുദ്ധിമുട്ടാണ്. സാധാരണ ചിക്കൻ ഒന്നും അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നതല്ല മീനുകൾക്ക്. എങ്കിലും ഇടയ്ക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആഴ്ചയിൽ 2 തവണ 3 തവണയൊക്കെ മാക്സിമം കൊടുക്കാം.
അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നോൺ വെജ് പോലെ ഉള്ള ഫുഡുകളാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, അത് ചെമ്മീനാണെങ്കിലും ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഒരു ആഴ്ചയിൽ 3 തവണയൊക്കെ കൊടുത്താൽ മതി. ആഴ്ചയിൽ 3 തവണ മാത്രം ഫീഡ് ചെയ്യുക. കാരണം ഇത് ഡൈജസ്റ്റ് ആവാനായിട്ട് കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് ഒരിക്കലും അടിക്കടി ഫീഡ് ചെയ്യരുത്. അവർ കഴിക്കില്ല എന്ന് മാത്രമല്ല, അത് വെള്ളത്തിൽ കിടന്ന് മോശമാവുകയും ചെയ്യും. ചിലപ്പോൾ ഓവർ ഫീഡൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ഡൈജസ്റ്റീവ് പ്രോബ്ലം വന്നിട്ട് ചത്തുപോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പെല്ലറ്റ് ഫുഡാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ദിവസം ഇട വിട്ട് കൊടുക്കാം. അതായത് ഇന്ന് കൊടുത്താൽ നാളെ കൊടുക്കണ്ട, പിന്നെ മറ്റന്നാൾ കൊടുക്കുക. പെല്ലറ്റ് ആണെങ്കിൽ. ഇതാണെങ്കിൽ ഇന്ന് കൊടുത്താൽ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ പിന്നെ നമ്മൾ ഫീഡ് ചെയ്താൽ മതി. ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മൾ ഒരെണ്ണത്തിൻ്റെ ഫീഡിങ് മാത്രമാണ് ഇതിനകത്ത് കാണിച്ചത്. തൊട്ടപ്പുറത്തെ ക്രേറ്റിനകത്ത് നമ്മൾ ഫീഡ് ചെയ്യുന്നത് കാണിച്ചില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ബ്ലാക്ക് ഗോസ് നൈഫ് ഫിഷ് ഇടയ്ക്ക് പുറത്തേക്ക് വരില്ല. അത് ഉള്ളിൽ തന്നെ ഒളിച്ചിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഫീഡ് ചെയ്യാത്തത്. അതിൽ ഒരെണ്ണം മാത്രമേ ഇന്ന് പുറത്തേക്ക് വന്നുള്ളൂ. അതിനാണ് നമ്മൾ ഫീഡ് ചെയ്തത്. മറ്റേതിനെ നമ്മൾ നാളെ എങ്ങാനും ചെക്ക് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചില സമയത്ത് പുറത്തേക്ക് വരില്ല. അവർക്ക് മൂഡ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ അവർ പുറത്തേക്ക് വരില്ല. അപ്പോൾ ഇത് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾ ഫീഡ് ചെയ്യുന്നതാണ് കാണിച്ചത്. മറ്റേത് ഒളിച്ചിരിക്കുകയാണ്, അത് വരുന്നില്ല. ഞാൻ സാധാരണ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ ഒന്ന് വന്ന് ജസ്റ്റ് ഒന്ന് തട്ടുമ്പോൾ അത് പുറത്തേക്ക് വരും. അപ്പോൾ നമ്മൾ ഫീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അതിന് ഫീഡ് ചെയ്യും, പക്ഷേ നാളെ ആയിരിക്കും മിക്കവാറും ഫീഡ് ചെയ്യുന്നത്. പിന്നെ അത് വരാത്തതിന് വേറൊരു കാര്യമുണ്ട്. ഞാനിപ്പോൾ ഫീഡ് ചെയ്യുന്ന ഒരു ഉച്ച സമയത്താണ്. സാധാരണ ഇവർ പുറത്തേക്ക് വരുന്നത്, നല്ല രീതിയിൽ പുറത്തേക്ക് വരുന്നത് ഈവനിങ് ടൈമിലാണ്. ഒരു 5 മണി വൈകിട്ട് 6 മണി നേരത്തൊക്കെ ഫീഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് പുറത്തേക്ക് വരും. ഇതിപ്പോൾ ഉച്ചയ്ക്ക് ഒരെണ്ണം മാത്രമേ പുറത്തേക്ക് വന്നുള്ളൂ. മറ്റേത് അകത്ത് തന്നെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് മീനുകളെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.